ഇന്ന് ഡെലിവറി ബോയുടെ ലാസ്റ്റ് ഡേ ആണല്ലേ? ലാസ്റ്റ് ഡേ. ഇന്നത് തിരിച്ചേൽപ്പിക്കണം. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലിന്ന് അവസാനിക്കുകയാണ്. ഭയങ്കരം. വെയിലും മഴയും നോക്കണ്ടേ, ഓട്ടം തന്നെ ഓട്ടം. ഡേയ് ഒന്ന് നിർത്ത്. നീ ഞാൻ പറഞ്ഞല്ല, സീരിയസ് ആയിട്ട് എടുക്കാതെ. കളിയാക്കിയാലും മനസ്സിലാവില്ല, മണ്ടൻ. ഒന്ന് പോടാ, നിനക്ക് എൻ്റെ കഷ്ടപ്പാട് അറിയാൻ. പിന്നെ ഭയങ്കര കഷ്ടപ്പാടാണല്ലോ, അതിർത്തിയിൽ നിൽക്കുന്ന പട്ടാളക്കാരനാണല്ലോ നീ. പോടാ. ഈ കഴിഞ്ഞ വേനൽക്കാലത്തെ നീക്ക് ഇതുപോലെ AC റൂമിൽ സൂചിച്ചിരുന്ന സമയത്ത് നിങ്ങൾക്കുള്ള ഫുഡ് കൊണ്ടുവന്നിരുന്നത് ഞങ്ങളാണ്. എടാ, ഇവിടെയുള്ള ടാറ് പണിക്കാരും കെട്ടിടം പണിക്കാരും ഒക്കെ നീ പറഞ്ഞ മഴയത്ത് മേലും തന്നെയാണ് പണിയെടുക്കുന്നത്. പിന്നെ അവന്മാർ ഞങ്ങളെ പോലെ ചുമ ബൈക്കിൽ കാറ്റും കൊണ്ട് കറങ്ങിയെടുക്കല്ല. ചുട്ടുപഴുത്ത കമ്പിയും സിമെൻറ്റും ഒക്കെ ചുമന്നാണ് കെട്ടിടം കയറി ഇറങ്ങുന്നത്. നീ പറഞ്ഞ ആൾക്കാരൊക്കെ 12 മണി മുതൽ 3 മണി വരെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ആ സമയത്ത് പോലും ഫുഡും കൊണ്ട് റോഡിൽ കിടന്ന് ഓടുന്ന ഓട്ടത്തിന് കണക്കില്ല. ചേടാ, എനിക്കിതാണ് മനസ്സിലാവാത്തത്. എടാ, ഒരു കസ്റ്റമർ ഒരു സാധനം ഓർഡർ ചെയ്യുന്നു, ഒരു ഹോട്ടലിൽ ഒരാളെ നിർത്തി പാക്ക് ചെയ്ത് വെക്കുന്നു. നീ ചുമ്മാ പോകുന്ന കസ്റ്റമർക്ക് എടുത്ത് കൊടുക്കുന്നു. ഇന്നത്തെ പണി. അതെ, ആ പണി എടുത്തു നോക്കുമ്പോൾ പറയാം പണിയുടെ കഷ്ടപ്പാട്. ചുമ്മാ ചിരിപ്പിക്കാറാ. എടാ, സാധാരണ ഹോട്ടലിൽ പൊറോട്ട അടിക്കുന്നവനുണ്ട് നിന്നെക്കാളും കഷ്ടപ്പാട്. പിന്നെ നീ എന്താ പറഞ്ഞത്? ഞാൻ ചുമ്മാ AC ഇരിക്കുകയാണെന്ന്. അല്ലാണ്ട് നിനക്കൂടെ എന്താണ് പണി? എടാ, ഞാനിവിടെ അങ്ങനെ AC ചുമ്മാ ഇരിക്കുന്നല്ല. അതായത് എഴുത്തിൻ്റെ ലോകത്താണ്. ചിന്ത, ആലോചന, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇത് എന്നെ പോലെ പാർസൽ ചെയ്ത് ഒരു ബിരിയാണി എടുത്തിട്ട് ഏതെങ്കിലും ഒരു അഡ്രസ്സിൽ ഗൂഗിൾ മാപ്പ് നോക്കി കൊണ്ടുപോകുന്ന പോലുള്ള പരിപാടിയല്ല, മനസ്സിലായോ? പിന്നെ ഭയങ്കര പണിയല്ലേ. എടാ, ഒന്നിൽ നീ ആരെങ്കിലും എഴുതി വെച്ചൊരു കഥ അടിച്ചു വേണ്ടി എഴുതും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊറിയൻ പടം അടിച്ചു വേണ്ടി എഴുതും. അല്ലാണ്ട് നീ പുതുതായിട്ട് എന്താ എഴുതിയിട്ടുള്ളത്? പോട ഊള, ഞാൻ ഇന്നേ വരെ ഒരു കഥയും മോഷ്ടിച്ചിട്ടില്ല. നമ്മുടെ ആ ഷോർട്ട് ഫിലിമില്ലേ, അത് നീ ഒരു കൊറിയൻ പടം അടിച്ചു വേണ്ടി എഴുതിയാണെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായത്. സമയം അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കരുത്. എന്നാ എടു ഗൂഗിളിൽ അല്ല യൂട്യൂബ് ഇടും, എന്നിട്ട് അതിൽ കമന്റ് ബോക്സ് ചെക്ക് ചെയ്ത് നോക്കും നമ്മുടെ ഷോർട്ട് ഫിലിമിൽ. എനിക്കൊന്നും സമയമില്ല. അതാണ്. എടാ, എന്താ അതാണെന്ന്? എടാ, നീയൊക്കെ കള്ളപ്പണിക്കാരാണ് ഞാൻ തെളിയിച്ചോണ്ടല്ലോ നീ ഇപ്പം എൻ്റെ പേരിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഒരു കാര്യം നീ ഇത് നിൻ്റെ പാർട്ടി സ്റ്റോറിൻ്റെ പരസ്യത്തിന് വേണ്ടിയിട്ടുള്ള മാറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ തരാം. നീ ഒരു നോട്ടീസിനെങ്കിലും പറ്റി ഒരു ക്യാപ്ഷൻ എഴുതി കാണിക്കും. ഈ ജോലി ഞാനെന്ത് ചെയ്യാം? ഇന്ന് വൈകുന്നേരം കൊണ്ട് നമുക്ക് തീരുമാനിക്കണം, ഒരു ഫുഡ് ഡെലിവറി ബോയുടെ പണിയാണോ എഴുത്തുകാരൻ്റെ ജോലിയാണോ കഷ്ടപ്പാടാണോ? ഓക്കെ, ഡീൽ. ബാഗ് ഈ കുപ്പായിരണോ? ബൈക്ക് പിന്നെ തുണി കൊടുക്കാണ് പോകാൻ പറ്റും. എടാ, ഈ സിനിമ എന്ന് പറയുന്ന ഫീൽഡില്ലേ, ഞാൻ അന്വേഷിച്ചടാ, അതൊട്ട് സേഫ് അല്ലടാ. ഇതാണ് അതിന് ഏത് ജോലിയാണ് ഇപ്പൊ സേഫ്? നമ്മൾ ഇവിടെ ചെയ്യുന്ന ജോലി സേഫ് ആണ്? എന്താണ് നമ്മുടെ വർക്ക് തന്നെ ഒരു കുഴപ്പം? ചേട്ടാ, സീസൺ ഓഫ് ആയിട്ടെങ്കിൽ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? അല്ല, സീസൺ ഓൺ ആണെങ്കിൽ എങ്ങനെയാണ്? വർക്ക് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അതല്ലടാ, ഈ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് കോംപ്രമൈസ് ആവശ്യമുള്ള ഫീൽഡാണ്. എടാ, നിന്റെ വർക്ക് ഇവിടെ ഇത്ര നന്നായിട്ടിരിക്കാൻ കാരണം എന്താണെന്ന് നിനക്കറിയാമോ? എന്താണ്? അത് നിനക്കിവിടെ കിട്ടുന്ന സ്വാതന്ത്ര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അല്ലാതെ എന്റെ കഴിവുകൊണ്ടല്ല. കഴിവ് അതുണ്ട്, അതില്ലെന്ന് ആരും പറഞ്ഞില്ല. പക്ഷെ ആ കഴിവ് നിനക്ക് പുറത്തെടുക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ സ്വാതന്ത്ര്യം നിനക്ക് വേണം. ചേട്ടൻ എന്താണ് പറഞ്ഞു വരുന്നത്? അതായത് ഈ സിനിമ എന്ന് പറയുന്നത് തന്നെ വേറൊരു സംഭവമാണ്. എങ്ങനെയാ പറയാ? എടാ, കാര്യം നീ അതിന്റെ ഡയറക്ടറൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ നിന്റെ തലയ്ക്ക് മുകളിലും ഉള്ളിലും താഴെയും ഒരുപാട് പേര് ഇടപെട്ടുകൊണ്ടിരിക്കും. എടാ, നിന്റെ വർക്കിൽ ആരെങ്കിലും ഇടപെട്ടാൽ നിനക്ക് ഇഷ്ടപ്പെടും? അതില്ല. അതാ ഞാൻ പറഞ്ഞത്, സിനിമ നിനക്ക് പറ്റിയ ഫീൽഡല്ലോ. എന്റെ വിനോദമായിട്ട് എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം. ഈ പറഞ്ഞുകൊണ്ട് തന്നെ എന്താന്ന് മനസ്സിലാവുന്നുണ്ടോ? എന്ത് എടാ, ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലോടാ പറയുന്നത്. എനിക്ക് നിങ്ങളെ അറിഞ്ഞൂടെ? എന്റെ വിനോദമായിട്ട് ധൈര്യമായിട്ടിരിക്കും. ധൈര്യത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എങ്കിലും നീ പോയാല്. ഞാൻ അങ്ങനെ നിങ്ങളിട്ട് എങ്ങോട്ട് പോകാനാണ്? ഇവിടെ വരുന്ന എല്ലാ വർക്കിലും എൻ്റെ ഒരു കണ്ണുണ്ടാവും. കുത്തി തരിഞ്ഞ നിന്റെ കണ്ണിവിടെ വെച്ചിട്ട് ഞാൻ തോന്നിയാനാ? നീ ചെയ്യുന്ന വർക്ക് പോലെ ആവും നിന്റെ കണ്ണ്. എന്റെ വിനോദേട്ടാ, എന്റെ സിനിമ എന്തിപ്പോ തുടങ്ങാറായിട്ടില്ല, പ്രൊഡ്യൂസർ പോലും ഒക്കെ ആയിട്ടില്ല. സ്ക്രിപ്റ്റിലാണെങ്കിൽ കുറെ വർക്ക് ഇനിയും ബാക്കി കിടപ്പുണ്ട്. അതൊക്കെ ഒന്നായിട്ട് ഞാൻ എന്തായാലും അങ്ങോട്ട് പോകത്തുള്ളൂ. അതുവരെ ഞാൻ ഇവിടെ ഇല്ലേ? ഉണ്ട്, എന്നാലും നീ പോയാ. എന്തെന്നാലും? അല്ലെങ്കിൽ ഞാൻ ജീവിതകാലം മൊത്തം ഇവിടെ ഉണ്ടാവുന്നതാണ് നിങ്ങൾ വിചാരിച്ചത്? ഉണ്ടാവില്ലേ? എന്ത്? അല്ല, അങ്ങനെയല്ല. പിന്നെ എന്താണ്? എന്റെ വിനോദേട്ടാ, ഞാൻ ഇവിടുന്ന് പോകുന്നതുകൊണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പ്രസ്ഥാനത്തിന് 1 രൂപയുടെ നമ്മുടെ പ്രസ്ഥാനം നമ്മുടെ പ്രസ്ഥാനത്തിന് 1 രൂപയുടെ കുഴപ്പം പോലും ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മുടെ പിള്ളേരില്ലേ ഇവിടെ, അവർ ഞാൻ പോകുന്നതിന് മുമ്പ് എന്നെക്കാളും വലിയ മിടുക്കന്മാരാവും. ഇപ്പൊ എന്നെ തേടി വർക്ക് വരുന്നില്ലേ, അതുപോലെ നാളെ അവരെയും തേടി വരാൻ തുടങ്ങും. വരും, പേടിക്കണ്ട. ഞാൻ അത്ര അടിപൊളിയായിട്ടല്ല അവരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെന്നാലും ഒരെന്നാലും ഇല്ല. എന്റെ ചേട്ടാ, ആ പിള്ളേരിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളായിട്ട് ഞാൻ വരെ ഞെട്ടിപ്പോയി. പിന്നെയാണ് നല്ല കഴിവുള്ള പിള്ളേരാണ്, പേടിക്കാതിരിക്കും. തൊപ്പിയും പോയി വച്ചോ. അല്ലല്ലേ, എനിക്കൊരു കുഴപ്പമില്ല. എനിക്കെന്താ കുഴപ്പം? നീ എവിടെ വേണമെങ്കിലും പോ. അത് അങ്ങനെ വേണം, ഉഷാറാണ്. ആര് വന്നാലും പോയാലും
വിനോദനൊന്നുമില്ല. Yes. വിനോദ് കരയും. മനുഷ്യ നിങ്ങൾ ഇങ്ങോട്ടൊക്കെ എന്താണ് പ്രശ്നം? കരയല്ലേ? അയ്യോ വാ, നമുക്ക് വാ, പുറത്തേക്ക് പോ. ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ലോഗിൻ ചെയ്താലേ റൂട്ടിൽ കാണിക്കുള്ളൂ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എടാ ഇതങ്ങനെ ചുമ്മാ ഒന്നും കയറാനൊന്നും പറ്റില്ല. ഞാനൊക്കെ 2 ദിവസം ട്രെയിനിങ് കഴിഞ്ഞാൽ ജോലി കയറിയത്. അത് നിനക്ക്, എനിക്ക് ഭയങ്കര ബുദ്ധിയല്ലേ, എനിക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. എടാ ഇത് എൻ്റെ പേരിലാണ് ലോഗിൻ So ചെയ്തത്. what? ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കാണ്. കമ്പനി അറിഞ്ഞാൽ കേസാവും. ആൾമാറാട്ടത്തിന് നീ ഞാനും അകത്തു പോകും. ഡേയ്, ഇത് വലിയ പ്രശ്നമാണോ അവസാനം? കുഴപ്പമില്ല, എനിക്ക് പരിചയത്തിലുള്ള ഹോട്ടലുകാരുടെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ഡെലിവറിക്ക് എല്ലാം ചോദിച്ചാൽ ഞാൻ പനി പിടിച്ചിറക്കാന്ന് പറഞ്ഞാൽ മതി. ഞാൻ കള്ളം പറയാനോ? അല്ല, നീ ബാക്കി കൂടെ പറ. അതെ, ഈ ഫുഡ് കൊടുക്കുമ്പോൾ നല്ല എളിമയോടൊന്നും കൊടുക്കാൻ. മുഖത്തൊരു ചിരി ഉണ്ടാവണം. ആ ഒരു ചിരി മതി നല്ല ടിപ്പ് കിട്ടാൻ. അതൊക്കെ ഞാൻ നോക്കി വേണ്ട പോലെ ചെയ്തോളാം. അതെ, ആ ഞാൻ തന്നെ പോയ പോരെ. തോൽവി സമ്മതിച്ചു. എന്ത് തോൽവി? അവസാന നിമിഷമാണെങ്കിൽ നിനക്ക് മനസ്സിലായി, ചുമ്മാ റോട്ടിൽ കൂടെ ബൈക്ക് ഓടിച്ച് നടക്കുന്ന പോലെയല്ല പേപ്പർ എടുത്ത് 2 അക്ഷരം എഴുതുന്നത് അല്ലേ? നീ അവിടെ പോയി വെറുതെ കഷ്ടപ്പെട്ടാന്ന് വിചാരിച്ചിട്ട് നീ പൊക്കോ. ഞാൻ പോവടാ, ഇന്ന് വൈകുന്നേരത്തോടെ നിന്റെ ഈ തള്ളു തീരുമല്ലോ. നീ എഴുന്നില്ലേ? ഞാൻ എഴുതിക്കോളാം, നീ പോവാൻ നോക്ക്. എഴുതിയാട്ടെ. എന്ത് ചെയ്യാ? അപ്പോൾ എഴുതണ്ടേ? മാർജിനൊക്കെ വരച്ചിട്ടല്ലേ? എക്സ്ട്രാ ഷീറ്റ് വല്ലതും വേണം അവിടെ നിർത്തോ? എടാ മണ്ട, ആകപ്പാടെ 1-2 വരി എഴുതിയാൽ മതി. ഇങ്ങനെ പേജ് ആണെങ്കിൽ കാണ്ടം എഴുതണ്ട. അയ്യേ, അതൊക്കെ എനിക്കറിയാം. നീ പോവാൻ നോക്ക്, പോ. നശിപ്പിക്കാൻ.